എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ മെറിറ്റ് കോട്ടയുടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നിങ്ങനെയുള്ള ലിങ്കുകൾ കാണാം. അപ്പോൾ നിങ്ങൾ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ മറ്റ് വിഭാഗങ്ങളിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് കൂടി നിങ്ങൾ കൃത്യമായിട്ട് ലോഗിൻ ചെയ്ത് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ സ്പോർട്സ് കോട്ടയുടേത് പറയുന്നതുകൊണ്ടാണ് സ്പോർട്സ് കോട്ടയുടെ മാത്രം പറയുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതായത് ലോഗിൻ്റേത് എല്ലാം സെയിം തന്നെയാണ്, അതിൻ്റെ പേര് മാത്രമേ ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ജില്ലയും കൊടുക്കുക. യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക, അതുപോലെ തന്നെ ജില്ല കൊടുക്കുക. ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ള സ്റ്റെപ്പ് കൂടി പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റ് മറ്റൊരു ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്നാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എവിടെയാണോ ഏറ്റവും ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത്, അവിടെ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് പരിശോധിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് സ്പോർട്സ് എന്നുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാം. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ അലോട്ട്മെൻറ്റ് ഹയർ ഓപ്ഷനിൽ കിട്ടിയവർക്ക് അതിനനുസരിച്ചുള്ള ആ ഒരു മെസ്സേജ് ഉണ്ടാവുക, കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ടഡ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അവിടെ റാങ്ക് ഡീറ്റെയിൽസ് ഓപ്ഷൻ കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അവിടെ റാങ്ക് ഡീറ്റെയിൽസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ സ്കൂളിലെയും നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസും അതുപോലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അതായത് ആദ്യമായിട്ടാണ് നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ അവിടെ എവിടെയാണോ കിട്ടിയത് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം എവിടെയാണോ അവിടെ നിങ്ങൾ അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് സ്പോർട്സ് കോട്ടയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും, പിന്നീട് അപേക്ഷിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടി, എന്നാൽ നോ ചേഞ്ച് ആണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ നോ ചേഞ്ച് വന്നിട്ടുള്ള ഓപ്ഷൻ എവിടെയാണോ ആ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് എങ്കിൽ നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതേസമയം മറ്റൊരു സ്കൂളിലേക്കാണ് അലോട്ട്മെൻറ്റ് സ്പോർട്സ് കോട്ടയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കുക. ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂൾ എവിടെയാണോ അവിടെ പോയിട്ട് നിങ്ങളുടെ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ച് വാങ്ങിക്കുക. അതിനുശേഷം പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. ഇനി നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ അലോട്ട്മെൻറ്റ് അവിടെ നിങ്ങൾ പോയിട്ട് ടെമ്പററിയാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. ഇനി നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടതെന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തേത് നിങ്ങൾ ഓൾറെഡി ടെമ്പററി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ അത് നോ ചേഞ്ച് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്ററോ അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെൻറ്റ്സോ വേണ്ട. കാരണം ഓൾറെഡി നിങ്ങൾ സ്കൂളിൽ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫീസ് എടുത്ത് പോയിട്ട് അഡ്മിഷൻ നേടിയാൽ മതി, പെർമനൻറ്റ് അഡ്മിഷൻ നേടിയാൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടിയിട്ട് വേണം പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ടത് ഒന്നാമത്തേത് അലോട്ട്മെൻറ്റ് ലെറ്ററാണ്, രണ്ടാമത്തേത് SSLCയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ്,
അത് ഒറിജിനൽ ഉണ്ടെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ തന്നെ എടുക്കണം. അതുപോലെ തന്നെ TC, അതുപോലെ തന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾ അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുള്ള സ്പോർട്സ് കോട്ടയുടെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി, അതുപോലെ തന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ ഫീസ്, അതുപോലെ തന്നെ നിങ്ങൾ EWS റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില സ്കൂളിൽ നിന്ന് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി എടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാം. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചില സ്കൂളിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡ് എടുക്കാം. അതുപോലെ തന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പിയും എടുക്കാവുന്നതാണ്. റേഷൻ കാർഡ് ഒറിജിനൽ സ്കൂളിൽ കൊടുക്കരുത്. നിങ്ങൾക്ക് റേഷൻ കാർഡിൻ്റെ കോപ്പി മാത്രമേ കൊടുക്കാവൂ. കാരണം റേഷൻ കാർഡ് ഒറിജിനൽ ആർക്കും കൈമാറാൻ പാടില്ല എന്നാണ് നിയമം. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ റേഷൻ കാർഡിൻ്റെ കോപ്പി മാത്രമേ വേണമെങ്കിലും സ്കൂളിൽ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എപ്പോഴാണ് അഡ്മിഷൻ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നാളെ മുതൽ, അത് ജൂൺ 16, 17 തീയതികളായിട്ട് നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.